പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത് വിശുദ്ധീകരണത്തെ പറ്റിയായിരുന്നു. വിശുദ്ധീകരണത്തിൻ്റെ 3-ാമത്തെ സെക്ഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തീർത്തത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തേജസ്കരണത്തെ പറ്റിയാണ്. നമുക്കറിയാം, തേജസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മനുഷ്യരിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഫലമാണ് തേജസ്കരണം എന്നത്. ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം എന്ന് വെച്ചാൽ ഒന്നിനെ തേജസ് ഉള്ളതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഗ്ലോറി ഉള്ളതായി മഹത്വമുള്ളതാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ്, ഒരു പ്രോസസ്സാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് തേജസ്കരണം? തേജസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ തേജസ് ഉള്ളതാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞ പോലെ തേജസ് ഉള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ഗ്ലോറി ഉള്ളതാക്കി മാറ്റും. ഇപ്പം നമ്മൾ ലോകത്തിൽ മനുഷ്യൻ ഒരു കാര്യത്തിന് ഗ്ലോറി കൊടുക്കുന്നതുണ്ട്. അത് ലോകത്തിൻ്റെ ഗ്ലോറിക്കനുസരിച്ചാണ്. ഇപ്പം ഞാൻ ലോകപ്രകാരം ഗ്ലോറി ഉള്ളവനായി മാറണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടണം, നല്ല ജോലി വാങ്ങിക്കണം, ഒരു ലോകത്തിലെ എല്ലാവർക്കും ഭയങ്കര ഗ്ലോറി തോന്നുന്ന ഈ ജോലി, എഡ്യൂക്കേഷൻ, പണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ലോകപ്രകാരം എനിക്കൊരു ഗ്ലോറി ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്നതൊന്നുമല്ല. അത് അക്ഷയമാണ്, നശിച്ചു പോകാത്തതാണ്, ദൈവികമാണ്, തേജസ്സുള്ളതാണ്. അപ്പോൾ ലോകം ചില കാര്യങ്ങളാൽ ഒരു കാര്യത്തിന് ഗ്ലോറി കൊടുക്കുന്നത് പോലെ, ഇപ്പോൾ വിദ്യാഭ്യാസവും ധനവും പണവും മറ്റു കാര്യങ്ങളാൽ ഞാൻ ലോകത്തിൻ്റെ ഗ്ലോറി അച്ചീവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ലോകപ്രകാരം പണ്ട് ഗ്ലോറി ഇല്ലാത്തവനായിരുന്നു, ഇതെല്ലാം നേടി കഴിയുമ്പോൾ ഗ്ലോറി ഉള്ളവനായി കാണുകയാണ്. ഇതുപോലെ ദൈവം നമ്മളെ സ്വർഗീയമായ ചില കാര്യങ്ങളാൽ നിറച്ച് നമ്മളെ വിശുദ്ധീകരിച്ച്, വിശുദ്ധമായതാൽ പകരപ്പെടുത്തി, വിശുദ്ധമായത് പകർന്ന് നമ്മളെ വിശുദ്ധീകരിച്ച് തേജസ്കരിക്കുകയാണ്, നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതിൻ്റെ എൻഡ് ടൈമിലാണ് നമ്മുടെ ഗ്ലോറി ഉണ്ടാകുന്നത്. നമുക്ക് ഞാൻ മറ്റു ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തിൽ ഒരു വ്യക്തി ലോകത്തിൻ്റെ ഗ്ലോറി നേടുന്നത് എങ്ങനെയാണ്? അതൊരു പ്രോസസ്സാണല്ലേ. എനിക്കിപ്പം ലോകത്തിൻ്റെ ഗ്ലോറിയായ വിദ്യാഭ്യാസവും പണവും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പണം ഉണ്ടാക്കാനായി അധ്വാനിക്കുന്നു, പണം നേടി വിദ്യാഭ്യാസം നേടി, പണം നേടി, പേര് നേടി, ഗ്ലോറി ഉള്ളവനായി മാറി. അപ്പം അതൊരു പ്രോസസ്സാണ്. ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാനൊരു ഉദാഹരണം മാത്രം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ദൈവരാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ധനം നമ്മുടെ ഉള്ളിൽ തന്നു, അതിൻ്റെ ആ ഒരു സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരിച്ച് അതിൻ്റെ ഫൈനൽ പ്രോസസ്സിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈ വിശുദ്ധീകരണം തയ്ക്കപ്പെടുകയും നമ്മൾ ഗ്ലോറിഫൈ ആയി, മഹത്വമുള്ളവരായി, ദൈവീക മഹത്വമുള്ളവരായി മാറുന്നത് ചെയ്യുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവീക മഹത്വമുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് തേജസ്കരണം, മഹത്വീകരണം. അതായത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ നിറമാണ്, അല്ലെങ്കിൽ പകരപ്പെടലാണ്. ദൈവരാജ്യപ്രകാരം നമ്മൾ തേജസ്സുള്ളവരായി മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, കർത്താവ് ലോകത്ത് വന്നപ്പോൾ കർത്താവിനൊരു തേജസ് ഉണ്ടായിരുന്നു, കർത്താവിനൊരു മഹത്വം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിന് ആ മഹത്വം കാണുവാനോ മനസ്സിലാക്കുവാനോ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കഴിച്ചില്ല. കാരണം അവർ ലോകത്തിന്റെ മഹത്വം വെച്ചിട്ടാണ് കർത്താവിനെ നോക്കിയത്. പക്ഷെ കർത്താവ് ദൈവത്തിന്റെ മഹത്വം കാണുന്നവർ കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിനെ മഹത്വമുള്ളവനായി കാണാൻ കഴിയും. അത് കർത്താവിന്റെ തേജസ്സും ലോകത്തിന്റെ തേജസ്സും ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പോൾ യെരുശലേമില് യഹൂദന്മാർ കാത്തിരുന്ന മെസ്സിയയ്ക്ക് ഉണ്ടായിരുന്ന ഒരു തേജസ് ഉണ്ട്. വലിയ രാജ്യത്വം പ്രാപിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കീഴടക്കി യെരുശലേമിനെ മറ്റ് രാജ്യങ്ങളുടെ മേളിൽ കൊണ്ടുവന്ന് ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കി രാജാവായി വരുന്ന ഒരു മെസ്സിഹായ ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ദൈവരാജ്യം കർത്താവിലൂടെ വന്നപ്പോൾ മിശിഹയെ കർത്താവ് കാണിച്ചത് തൻ്റെ എളിമയിലൂടെയും താഴ്മയിലൂടെയും കുലീനമായുമാണ്.
അപ്പോൾ ആ മഹത്വം കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർക്ക് മഹത്വം എന്നുള്ളതിനെ പറ്റി വേറെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ തികവാണ്, പൂർത്തീകരണമാണ് ഗ്ലോറിഫിക്കേഷനിലൂടെ നടക്കുന്നത്. ഇപ്പോൾ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തേജസ് ഉള്ളവരാക്കി. ആ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ ആ തേജസ്, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയാണ്, തേജസ് ഉള്ളതാക്കി മാറ്റുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ശരീരം മരണത്തിന് കീഴിലുള്ള ശരീരമാണ്. മരണത്തിന് കീഴിലുള്ള ശരീരം തേജസ്കരണത്തിലൂടെയാണ് മരണമില്ലാത്ത, നാശമില്ലാത്തൊരു ശരീരമായി മാറുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15:26 വാക്യം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പോൾ മനുഷ്യൻ പാപത്തിൽ വീണതോടുകൂടി മനുഷ്യനിൽ ചേർന്ന ഒരു കാര്യമാണ് മരണം, നാശം എന്ന് പറഞ്ഞാൽ. അവൻ ദൈവത്തിൻ്റെ തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ ശരീരം തേജസ് ഇല്ലാത്ത ശരീരമായി തീർന്നു. അപ്പോൾ ഈ തേജസ് ഇല്ലാത്ത ശരീരത്തെ പുതിയൊരു തേജസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് തേജസ്കരണം. മരണമില്ലാത്ത, നിർജീവമല്ലാത്ത, ദ്രവത്വമല്ലാത്ത ഒരു ശരീരം നമ്മൾ ആക്കപ്പെടുന്നതും ഈ തേജസ്കരണത്തിലൂടെയാണ്. ഈ തേജസ്കരണം എപ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുനരുത്ഥാനത്തിലൂടെയാണ് തേജസ്കരണം നമ്മളിൽ നടക്കുന്നത്. അപ്പോൾ പുനരുത്ഥാനത്തിലൂടെ നമ്മുടെ ശരീരം തേജസ് ഉള്ളതായി മാറുകയും നമ്മുടെ ആ മരണത്തിന് കീഴിലുള്ള ശരീരത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മാറ്റപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ പാപം എവിടാണ് വസിക്കുന്നത്? പാപം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വസിക്കുന്നു എന്നാണ് റോമാലേഖനം പറയുന്നത്. ഈ തേജസ്കരണത്തിലൂടെയാണ് നാം പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുന്നത്. റോമാലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യം: ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥയാണ്, പാപ അവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതൊരു സിൻഫുൾ നേച്ചറാണ്, പാപപ്രകൃതമുള്ളൊരു ശരീരമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ശരീരത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാപം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരം പൂർണ്ണമായും രൂപാന്തരപ്പെടുന്നത് ഈ തേജസ്കരണത്തിലൂടെയാണ്, ക്രിസ്തുവിൻ്റെ നമ്മളിലൂടെ നടക്കുന്ന പുനരുത്ഥാനത്തിലൂടെയാണ്, കർത്താവ് നമ്മൾ ചെയ്യുന്ന പുനരുത്ഥാനത്തിലൂടെയാണ് ഈ ശരീരത്തിൻ്റെ രൂപാന്തരം നടക്കുന്നത്. നമ്മുടെ ശരീരം താഴ്ചയുള്ള, മരണത്തിന് കീഴിലുള്ള, പാപത്തിൻ്റെ കീഴിലുള്ള, പാപത്തിന് അധീനമായ, പാപം മാത്രം ചെയ്യാൻ കഴിയുന്ന, പാപത്തിന് അടിമയായ ഒരു ശരീരം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് പാപത്തിന് അടിമയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും തിന്മ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ തിന്മ ചെയ്യണം എന്ന് തീരുമാനം എടുത്തിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. സ്വാഭാവികമായി നമ്മൾ തിന്മ ചെയ്യുന്നത് തീരുമാനം എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായും നാച്ചുറലി ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നന്മ ചെയ്യുന്നതാണ് തീരുമാനമെടുത്ത് നന്മ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നത്, നീതി ചെയ്യുന്നത് അവൻ തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരികയും പാപം ചെയ്യാൻ അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുവാൻ അവന് സ്വാഭാവികമായി കഴിയുകയും ചെയ്യുന്നു. കാരണം അവൻ്റെ ശരീരം എന്ത് നമുക്ക് സ്വാഭാവികമായി കഴിയുന്നു, നമ്മൾ അതിൻ്റെ അടിമയാണ് എന്നുള്ളതാണ്. നമ്മൾ പാപമാണ് നമ്മൾ സ്വാഭാവികമായി ചെയ്തത്, നമ്മുടെ നേച്ചർ അതാണ്. ഇപ്പോൾ ഒരു വൃക്ഷം എന്താണോ സ്വാഭാവികമായി അത് ബലം കൊടുക്കുന്നത്, അതാണ് അതിൻ്റെ നേച്ചർ, അല്ലേ? അതിൻ്റെ പ്രവൃത്തിയുടെ ബലമാണത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി എന്താണ് നമ്മളിൽ നിന്ന് വരുന്നത്, അത് പൗലോസിയുടെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്. റോമാലേഖനം 7:15 വാക്യത്തിൽ: ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതുമില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. നന്മ ചെയ്യാനാണ് ഇഷ്ടം, പക്ഷെ പ്രവർത്തിക്കാൻ തിന്മ. കാരണം എന്താ? ശരീരം, ജഡം പാപത്തിന് കീഴിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ജഡത്തെ ഒരു മനുഷ്യൻ എത്ര നന്നാക്കാൻ നോക്കിയാലും
നന്നാകാൻ കഴിയത്തില്ല. ഈ ശരീരം കത്തിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ ഒരു ഗുണം. അതുകൊണ്ടാണ് മരണത്തിന് അധീനമായ ശരീരം. ഈ ശരീരം കത്തിച്ച് കളയാന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അപ്പോൾ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് പുനരുത്ഥാനത്തിലാണ്, തേജസ്കരണത്തിലാണ് നടക്കുന്നത്. ഈ ശരീരം രൂപാന്തരപ്പെടുന്നു, മറ്റൊരു ശരീരമായി മാറുന്നു. ഈ ശരീരം പാപപ്രകൃതത്തിൽ നിന്ന് ദൈവീകമായ ഒരു ശരീരമായി, തേജസ്സുള്ളൊരു ശരീരമായി മാറ്റുകയാണ് തേജസ്കരണത്തിലൂടെ നടക്കുന്നത്. അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ 3 തലത്തിൽ നടക്കുന്നതാണ് നമ്മൾ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. അതായത് അതിന്റെ ഫങ്ഷണലി, എറ്റേണലി, പൊസിഷണലി നമ്മളെല്ലാവരും ഒറ്റ ക്രിസ്തുവിൽ നിത്യതയിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നിത്യതയിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ വലതുഭാഗത്ത്, പിതാവിന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനം പറയുന്നത്. പക്ഷേ ഫങ്ഷണലി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പാപം വസിക്കുന്നു. അതിൻ്റെ പ്രവൃത്തിയുടെ തലത്തിൽ നമ്മൾ ആ രക്ഷ കാണുന്നത് 3 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അനുഭവത്തിന്റെ തലത്തിൽ, നമ്മൾ അനുഭവിക്കുന്നതിന്റെ തലത്തിൽ നമ്മൾ ഈ രക്ഷ കാണുന്നത് 3 തലത്തിലാണ്. 1 ആത്മാവിന്റെ തലത്തിലും, 2 മനസ്സ്, ശരീരം. ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ അവൻ രക്ഷിക്കപ്പെടുന്ന സമയം, യേശുക്രിസ്തുവിനെ രക്ഷകനായും കർത്താവായും സ്വീകരിക്കുന്ന സമയം, അവൻ്റെ ഉള്ളിൽ ആ റീജനറേഷൻ, പുനർജനനം, വീണ്ടും ജനനം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വന്ന് അവൻ്റെ ആത്മാവിനെ ജീവനുള്ളതാക്കി മാറ്റും. അവൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു, മനുഷ്യന്റെ ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു. വീണ്ടും ജനിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിൽ വന്ന് അവന്റെ ആത്മാവിനെ ജീവനുള്ളതാക്കി മാറ്റുകയും അവന്റെ ആത്മാവിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിന്റെ രക്ഷയാണ് ആദ്യം നടക്കുന്നത്. അതൊരു മനുഷ്യൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആ ടൈമിലാണ് കർത്താവിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് റീജനറേഷൻ നടത്തുമ്പോൾ, എന്താ പറയുന്നത്, വീണ്ടും ജനനം നടക്കുന്ന ടൈമിലാണ് ആ രക്ഷ നടക്കുന്നത്. രണ്ടാമത് നടക്കുന്നതാണ് മനസ്സിന്റെ തലത്തിലുള്ള, ദേഹിയുടെ തലത്തിലുള്ള രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ്. മനസ്സ് പുതുക്കുകയാണ്, മനസ്സ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. ഒരു സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് വീണ്ടും ജനനത്തിന്റെ സമയത്ത് തുടങ്ങുകയും പുനരുത്ഥാനത്തിന്റെ സമയത്ത് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണം. ഒരു സാധനത്തെ ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് തുടങ്ങുന്നത് എവിടെയാണ്? ആ പാത്രം എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്ന ടൈമിൽ അതിന്റെ പ്രോസസ്സ് തുടങ്ങുകയാണ്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത ടൈമിൽ നമ്മളുടെ വിശുദ്ധീകരണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മൾ തേജസ്കരിക്കപ്പെടുന്ന ടൈം വരെയും നമ്മൾ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ തേജസ്കരണം വരെയുള്ള പ്രോസസ്സ്, ആ ടൈം വരെ വിശുദ്ധീകരണമാണ് ആ ഒരു പ്രോസസ്സ്. അതുകൊണ്ടാണ് വിശുദ്ധീകരണം എന്ന് നമ്മുടെ റോമാലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയാത്തത്. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ വിശുദ്ധീകരണം പ്രത്യേകം പറയാത്തതുണ്ട്. കാരണം വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ആത്മാവ് ജീവനുള്ളതായി മാറി. ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ആത്മാവിനെ ജീവനുള്ളതാക്കി മാറ്റി. തന്റെ ആത്മാവിനാൽ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി. ആ ഒരു പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ. അതിന്റെ അവസാനം ക്രിസ്തുവിന്റെ 2-ാം വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോഴാണ് ആ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്ലോറിഫിക്കേഷനിലാണ് അതിന്റെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ 2-ാമത്തെ രക്ഷയുടെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ തലത്തിലാണ്. അത് റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ഈ മനസ്സ് പുതുക്കപ്പെടുന്ന ഈ ഒരു പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെയാണ് കൊലോസ്യ ലേഖനം അതിന്റെ 3-ന്റെ 2-ാമത്തെ വാക്യം. 3-ന്റെ 1 വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ.
നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഈ തേജസ്സിൽ വെളിപ്പെടുന്ന ടൈം വരെ, 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന തേജസ്സിൽ വെളിപ്പെടുന്ന ടൈം വരെയും നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ എബോവ്, നോട്ട് ഓൺ തിങ്സ് ദാറ്റ് ആർ ഓൺ എർത്ത്. നിങ്ങൾ ഭൂമിയിലല്ല, നിങ്ങളുടെ മനസ്സ് ഉയരത്തിൽ, ഒരു ന്യൂ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങൾ പുതിയൊരു മനസ്സ്, മൈൻഡ് സെറ്റ് എന്ന് പറയാം, പുതിയൊരു മനസ്സ് പുതുക്കം പ്രാപിക്കാൻ, ഒരു പുതിയ മൈൻഡ് സെറ്റ് ഉണ്ടാകുവാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഉയരത്തിൽ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ അതുവരെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന, മനസ്സാസ്വദിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ മനസ്സ് അതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലല്ല, നമ്മുടെ മനസ്സ് ആത്മാവിനാൽ പുതിയ കാര്യങ്ങളിലേക്ക്, ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ആത്മാവിനാൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, വാഷ് ചെയ്യപ്പെടുന്നു, നമ്മുടെ ഉള്ളിലെ കളങ്കങ്ങൾ മാറ്റപ്പെടുന്നു. അപ്പോൾ ആ ഒരു വാഷിംഗ് ഓഫ് റീജനറേഷൻ, റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതായത് ആ വീണ്ടും ജനനത്തിന്റെ തുടക്ക സമയത്തിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ റീജനറേഷന്റെ വീണ്ടും ജനന സമയത്ത് നമ്മളിൽ തുടങ്ങുന്ന ഒരു പ്രോസസ്സായ വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പുനർജനന സ്നാനവും പരിശുദ്ധാത്മാവിന്റെ നവീകരണവും, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ നടക്കുകൊണ്ടേ ഇരിക്കുകയും നമ്മൾ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയും നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുകയും ചെയ്യുന്നു. നമ്മൾ ആ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് തേജസ്കരണ സമയത്താണ് എൻഡ് ചെയ്യുന്നത്. തേജസ്കരണ സമയത്ത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ, മനസ്സും പൂർണ്ണമായി രൂപാന്തരപ്പെടുകയും ശരീരവും രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സ് ഇപ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ നമ്മളിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളും ആക്റ്റീവ്ലി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. നമ്മളും ത്രൂ ഫെയ്ത്തിനാൽ നമ്മൾ ഈ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിൽ നമ്മളും ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ആണ്. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലും വിശ്വാസത്താലും, ഞാൻ മരിച്ചു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു ഫെയ്ത്തിനാൽ, ആ വിശ്വാസത്താൽ ആണ് നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ആത്മാവിനാൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആത്മാവിനാൽ വസിക്കുന്നു. അവന്റെ ആത്മാവിനാൽ നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ ആത്മാവിലേക്ക്, ആത്മാവുള്ളവരായി ക്രിസ്തുവിന്റെ മനസ്സിന്റെ അനുരൂപത്തിലേക്ക്, സദൃശ്യത്തിലേക്ക് മനസ്സ് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ആത്മാവിനാലാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിന്റെ മൈൻഡ് സെറ്റിലേക്ക്, മനസ്സിന്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തേജസ്കരണത്തിലൂടെ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് അവസ്ഥയിലേക്ക്, നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുകയും ശരീരം കൊണ്ടും ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സദൃശ്യത്തിലേക്ക് നമ്മൾ മാറുകയും അതിന്റെ കംപ്ലീറ്റ് രക്ഷയുടെ അവസ്ഥയിലേക്ക് ശരീരം കൊണ്ടും നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളിലൂടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് തേജസ്കരണത്തിലാണ്. അപ്പോൾ 3-ാമത്തെ രക്ഷയുടെ ഭാഗമാണ് തേജസ്കരണം, അല്ലെങ്കിൽ ജഡത്തിന്റെ പൂർണ്ണമായ മാറ്റം. തേജസ്കരിക്കപ്പെടുന്നൊരു ശരീരമുള്ളതായി നമ്മുടെ ശരീരം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? പാപം വസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പാപത്തോടുള്ള ഒരു പോരാട്ടം എന്നും നമുക്ക് ആത്മാവിനാൽ ഈ ലോകത്ത് അവസാനം വരെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1:10 പറയുന്നത്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതായി. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1 യോഹന്നാൻ അതിന്റെ 1:8 പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. അപ്പോൾ മരണം വരെയും മനുഷ്യന്റെ ഈ ശരീരം, മരണത്തിന് കീഴിലുള്ള ശരീരത്തിൽ പാപം വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവസാന ശത്രുവായിട്ട് അതുകൊണ്ടാണ് മരണത്തെ കാണുന്നത്. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. പാപം മരണത്താൽ വാണു എന്നാണ്. പാപത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണഭയമാണ് നമ്മളെ എല്ലാ പാപത്തിന്റെയും അതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, അല്ല വാഴുന്നത് മരണഭയത്താലാണ് വാഴുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിന് പുറത്തുള്ള ഒരു ജീവിതം നമ്മളെ കർത്താവ് കാണിച്ചിട്ടാണ് ഈ ലോകത്തിൽ
ഇതിൻ്റെ ഈ ലോകത്തിൻ്റെ ഭൂമിയിലെ നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കാൻ പറയുന്നത്. അത് നമ്മുടെ പ്രത്യാശ മരണത്തിന് പുറത്ത് നിത്യതയിൽ വെച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കാൻ പറയുന്നത്. നമ്മുടെ മനസ്സ് ഉയരത്തിൽ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിട്ട് ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കാൻ പറയാം. അവയവങ്ങളിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു? പാപം വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ അവയവങ്ങൾ വർക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളുടെ കാഴ്ച ഉയരത്തിലുള്ളതായിരിക്കണം. അങ്ങനെ ഉയരത്തിൽ നമ്മുടെ കാഴ്ച കേന്ദ്രീകരിച്ച് നമ്മുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പാനാണ് പറയുന്നത്. അപ്പോൾ പാപം മരണത്താൽ വാഴുന്നു എന്നുള്ളതാണ് നമുക്ക് റോമലേഖനം 5:21 കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശരീരം, മരണത്തിന് അധീനമായ ശരീരം പൂർണ്ണമായും അതിൽ നിന്നൊരു ഡെലിവറൻസ് നമുക്ക് ലഭിക്കുന്നത് തേജസ്കരണത്തിലൂടെയാണ്. അങ്ങനെയാണ് നമ്മൾ പാപത്തിന്റെ പൂർണ്ണമായ ആ ശക്തിയിൽ നിന്ന് പൂർണ്ണമായും ഡെലിവറൻസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ രക്ഷയുടെ ആ ഒരു മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്കരണമാണ്. ഒന്നാമത്തെ തലം ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കുന്ന സമയത്ത് നടക്കുന്നു. മനസ്സിന്റെ തലം നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജഡത്തിന്റെ തലത്തിൽ തേജസ്കരണ സമയത്താണ് ഈ ഗ്ലോറിഫിക്കേഷൻ. തേജസ്കരണ സമയത്താണ് നമ്മുടെ ശരീരം പൂർണ്ണമായും ക്രിസ്തുവിന്റെ ശരീരത്തോട് സദൃശ്യമുള്ള, സ്വർഗീയമായ ശരീരത്തോട് സദൃശ്യമുള്ള, പാപം ചെയ്യാൻ കഴിയാത്ത സദൃശ്യമുള്ള ശരീരമായി മാറുന്നത്. ഇങ്ങനെയാണ് ആ രക്ഷയുടെ പ്രോസസ്സ് നമ്മളിൽ നടക്കുന്നത്. അപ്പോൾ നാശത്തിൽ നിന്ന് നിത്യ വെളിച്ചത്തിലേക്കാണ് ആ രക്ഷ നമ്മളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. നമ്മൾ നാശകരമായ, മരണകരമായ ശരീരത്തിൽ നിന്ന് ജീവനുള്ള, തേജസ്സുള്ള ഒരു ശരീരമുള്ളവരാക്കി നമ്മളെ മാറ്റുകയാണ് ഈ തേജസ്കരണത്തിലൂടെ. അതുപോലെ തന്നെ നമ്മൾ ആദാമിന്റെ ശരീരം, അതേ ശരീരമുള്ളവരാണ്. ആദാം പാപം ചെയ്തതോടുകൂടി ആദാമിന്റെ ശരീരം താഴ്ചയുള്ള ശരീരമായി മാറി. അങ്ങനെ ആ ശരീരം ആണ് പിന്നെ ആദാമിലൂടെ ഉണ്ടായ സകല മനുഷ്യവർഗത്തിനും. ക്രിസ്തുവിലൂടെ നമ്മൾ, കർത്താവിന്റെ വീണ്ടെടുപ്പിലൂടെ നമ്മൾക്ക് ക്രിസ്തുവിന്റെ തേജസ്സുള്ള ശരീരത്തിന്റെ സദൃശ്യമുള്ള ശരീരം ഉള്ളവരാക്കി നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് നമ്മൾ ചെയ്യുന്നത് അതാണ്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 2 മുതലുള്ള വാക്യം: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. ക്രിസ്തുവിന് സദൃശ്യന്മാരായി, അവന്റെ ശരീരത്തിന്, അവന്റെ ചിന്തയ്ക്കും അവന്റെ മനസ്സിനും സദൃശ്യന്മാരായി ആത്മാവ് കൊണ്ടും നമ്മൾ അവന് സദൃശ്യന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൂർണ്ണമായും നമ്മൾ ദൈവത്തിന്റെ ആ പുത്രന്റെ സ്റ്റാൻഡേർഡിലേക്ക്, പുത്രത്വത്തിലേക്ക് ശരീരം കൊണ്ടും ഫങ്ഷണലിയും നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ ഈ തേജസ്കരണം നടക്കാൻ കാരണമാരാണ്? അതിന് പൂർണ്ണമായും കാരണഭൂതൻ കർത്താവ് തന്നെയാണ്. ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെയും പ്രായശ്ചിത്ത മരണയാഗത്തിലൂടെയും പിതാവ് തന്നെ ഉയർപ്പിച്ചതിലൂടെയും നേടിയ വീണ്ടെടുപ്പിന്റെ അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹത്തിന്റെയും അതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേജസ്കരണത്തിലൂടെയാണ് നമ്മളിൽ നടക്കുന്നത്. ആത്മാവിനാലാണ് നമ്മൾ ഈ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നതെന്ന് ഗലാത്യ ലേഖനം 3:14 എബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നമ്മൾ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം 3:14 പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആത്മാവിനാലാണ് ഈ പുത്രത്വം എന്ന, അബ്രഹാമിലൂടെ നമുക്ക് ലഭിച്ച പുത്രത്വം എന്ന വാഗ്ദത്തം, നമുക്ക് ആത്മാവിലൂടെയാണ് നമ്മൾ ആ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ റീജനറേഷൻ, നമ്മളിൽ ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കുകയും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും സാങ്ക്ടിഫിക്കേഷൻ നമ്മളിൽ നടക്കുകയും നമ്മൾ ഗ്ലോറിഫിക്കേഷനിലേക്ക് ചെല്ലുകയുമാണ്, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു 3 പ്രോസസ്സ് നമ്മളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട രക്ഷയുടെ, ആത്മാവിനാൽ നടക്കുന്ന പ്രധാനപ്പെട്ട 3 പ്രോസസ്സ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. അപ്പോൾ ആത്മാവെന്ന ആദിദാനം ലഭിച്ചവർ, അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, അവരുടെ ഉള്ളിലുള്ള ഒരു ഞെരക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, പുത്രത്വമാണ്. ക്രിസ്തുവിന്റെ സദൃശ്യത്തോട് നമ്മൾ അനുരൂപപ്പെടുന്ന പൂർണ്ണമായ തേജസ്കരണം ആണ് എല്ലാ ആത്മാവുള്ളവരുടെയും ഞെരക്കം എന്ന് പറഞ്ഞു. അവരുടെ എല്ലാവരുടെയും ഞെരക്കം ഈ ശരീരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. അപ്പോൾ അത് നടക്കുന്ന എപ്പോഴാണ്? ഈ ഗ്ലോറിഫിക്കേഷൻ ടൈമിലാണ്, തേജസ്കരണത്തിന്റെ സമയത്താണ്. അപ്പോൾ ഇത് എപ്പോൾ നടക്കും എന്നുള്ളത്
തെസ്സലോനിക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4:15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അനോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. അപ്പോൾ ഇതാണ് ആ ഒരു തേജസ്കരണ വേളയിൽ നടക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി. അപ്പോൾ ഞാൻ ജീവനോട് ഇരിക്കുന്നു, കർത്താവ് ഇപ്പോഴാണ് വരുന്നതെങ്കിൽ ആദ്യമേ ആരാണ് തേജസ്കരിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എടുക്കപ്പെടുമെന്നാണ് പറയുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. അപ്പോൾ ഇതാണ് ആ തേജസ്കരണ വേളയിൽ നടക്കുന്ന കാര്യം. അപ്പോൾ എപ്പോഴാണ് തേജസ്കരണം നടക്കുന്നത്? കർത്താവിൻ്റെ 2ാം വരവിലാണ് തേജസ്കരണം നമ്മളിൽ നടക്കുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് റിസറക്ഷൻ നമ്മളിൽ പുനരുത്ഥാനം അല്ലെങ്കിൽ തേജസ്കരണം നമ്മളിൽ നടക്കുന്നത്. അതുപോലെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ തേജസ്കരണം അല്ലെങ്കിൽ നമ്മളുടെ വീണ്ടെടുപ്പ് മാത്രമല്ല, സർവ ഭൂമിയുടെയും ആകാശത്തിന്റെയും സർവ്വ സൃഷ്ടികളുടെയും കൂടെ ഒരു വീണ്ടെടുപ്പാണ്. ദ്രവത്വത്തിൽ നിന്നുള്ള, മരണത്തിൽ നിന്നുള്ള, നാശത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ് നടക്കുന്നത്. അത് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 19 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റി നോവോടു ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ സർവ്വ സൃഷ്ടിയും ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാവുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന് ഉള്ള ആശയുടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ സർവ്വ സൃഷ്ടികളും ഈ ഈറ്റുനോവോടുകൂടി ഇതിനെ കാത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പൗലോസ് അതാണ് പറയുന്നത്. അതായത് സർവ്വ സൃഷ്ടിയും നാശത്തിന്റെ കീഴിലാണ്. അവർ ആ തേജസ്, കാരണം നമ്മളിലൂടെയാണ്, മനുഷ്യരിലൂടെയാണ്, ആദാമിലൂടെയായിരുന്നു സർവ്വ ലോകവും ആദാമിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ടിരുന്നതും അല്ലെങ്കിൽ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ മനുഷ്യൻ പാപത്തിൽ വീണതോടുകൂടി ഭൂമിയും വീണുപോയി, നാശത്തിൽ വീണുപോയി. അപ്പോൾ ഈ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നൊരു കാര്യം നടക്കുന്നുവെന്ന് സൃഷ്ടിക്കറിയാം. അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാവുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു കാര്യം, വീണ്ടെടുപ്പ് എന്നുള്ളൊരു കാര്യം അവരുടെ ഉള്ളിൽ അവർക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. സർവ്വ സൃഷ്ടികൾക്കും സെൻസ് ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വിൽഫുള്ളി അല്ല അതിന് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ അതിന് കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രയെന്നാണ് പറയുന്നത്. അപ്പോൾ സർവ്വ സൃഷ്ടിയും മനഃപൂർവ്വമായിട്ടല്ല കീഴ്പ്പെടുന്നത്, ഈ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. അതായത് മൃഗങ്ങളും സൃഷ്ടികളും എല്ലാം ഇനി ദൈവമക്കളുടെ വീണ്ടെടുപ്പ് വരെ വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് മനഃപൂർവ്വമായി വെയിറ്റ് ചെയ്യുന്നതല്ല. അവർ അങ്ങനെ ഇരിക്കാനേ അവർക്ക് കഴിയത്തുള്ളൂ. ദൈവം അവരെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്മാരുടെ ഈ നാശത്തിലൂടെ, പാപത്തിലൂടെ മനുഷ്യവർഗം പാപത്തിൽ വീണതോടുകൂടി അവരും ഈ പാപത്തിന്റെ ഫലമായി മരണം ഭൂമിയിൽ വാണു. ഭൂമിയിലും മറ്റ് സൃഷ്ടികളിലും എല്ലാവരുടെ മേലും നാശം വാണു. അപ്പോൾ ഈ നാശത്തിൽ നിന്ന്, ഈ ദ്രവത്വത്തിൽ നിന്ന് ഒരു രക്ഷ
ഇനി മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിലൂടെ നടക്കും എന്ന് അറിഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പൗലോസ് 8-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ സർവ്വ സൃഷ്ടികളും ഈ മരണ ഭീതിയിൽ ഞെരങ്ങി, അല്ലെങ്കിൽ മരണത്തിന് കീഴിൽ, ദ്രവത്വത്തിന്റെ കീഴിൽ ഞെരങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈറ്റുനോവോടുകൂടി കാത്തിരിക്കുന്നു, ഇതിൽ നിന്നുള്ള വിടുതലിനായി ഈറ്റുനോവോടുകൂടി ഇരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്നാണ് ഈ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഏറ്റവും വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീണ്ടെടുപ്പ് എന്നുള്ളൊരു കാര്യത്തിൽ മനുഷ്യന് മാത്രമേ ഒരു ഞെരക്കം ഇല്ലാതെ ഇരിക്കുന്നുള്ളൂ. ബാക്കി സർവ്വ സൃഷ്ടികൾക്കും ഈ ഞെരക്കമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഇതിനപ്പുറമായ ഒരു വില്ലില്ല. പക്ഷെ മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യന് നന്മ തിന്മകളുടെ ജ്ഞാനമുണ്ട്. മനുഷ്യനെ ദൈവത്തിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗങ്ങളെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അത് രണ്ടും രണ്ട് രീതിയിലുള്ള സൃഷ്ടികളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ രക്ഷാകരമായ പ്രവൃത്തി, ഭൂമിയും ആകാശവും എല്ലാം വീണ്ടും ക്രിസ്തുവിൽ ഒന്നാകേണ്ടതിന്, അപ്പോൾ ക്രിസ്തുവിൽ വീണ്ടും സർവ്വതും പുതുതായി മാറുകയാണ് ചെയ്യുന്നത്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 11 വാക്യം: ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായി ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഈ കാണുന്നതെല്ലാം തീക്ക് റിസർവ്ഡ് ആണ്, നാശത്തിലേക്ക്. ഈ കാണുന്ന ഗ്ലോറി എല്ലാം, ഈ കാണുന്ന മഹത്വം, നമ്മളിന്ന് ലോകത്ത് കാണുന്ന എല്ലാത്തിൻ്റെയും ഗ്ലോറി, എല്ലാ വിദ്യാഭ്യാസം തരുന്ന ഗ്ലോറി, നല്ല ഭവനം തരുന്ന ഗ്ലോറി, പണം തരുന്ന ഗ്ലോറി, ഇതെല്ലാം, ഈ ഗ്ലോറി എല്ലാം നാശത്തിൻ്റെക്ക്. ഈ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ഈ സൗന്ദര്യങ്ങളെല്ലാം, ഈ ലോകമാകുന്ന പൂവിന്റെ സൗന്ദര്യങ്ങളെല്ലാം കത്തി എരിഞ്ഞ് നാശമാകാനായിട്ടിരിക്കുന്നതാണ്. മറ്റുള്ള ഒരു തേജസ് വരുമ്പോൾ, മറ്റുള്ളൊരു തേജസ്, നിത്യമായ തേജസ് മനുഷ്യപുത്രന്മാരോടുകൂടി, ക്രിസ്തുവിനോടുകൂടി മനുഷ്യപുത്രന്മാരുടെയും ദൈവത്തിന്റെയും തേജസ് അത് വരുമ്പോൾ, അത് വരുന്നതിന് മുമ്പ് ഇതെല്ലാം കത്തി എരിഞ്ഞ് തീരേണ്ടതാണ് എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തുകയും കൊണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷെ തുടർ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു റിഡംഷൻ, പുതിയ ആകാശം പുതിയ ഭൂമിയും, ഇനി പാപമില്ലാത്ത, നാശമില്ലാത്ത, മരണമില്ലാത്ത ഒരു പുതിയ തേജസ്സുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കുമാണ് ക്രിസ്തുവിന്റെ റിഡംഷൻ അതിന്റെ ഫുൾ ബെനിഫിറ്റിൽ ചെന്ന് എത്തിച്ചേരുന്നത്. വെളിപ്പാട് പുസ്തകം അതിന്റെ 21:1 വാക്യം: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. അപ്പോൾ ഇനി സമുദ്രമില്ല, നാശമില്ല, മരണമില്ല. വെളിപ്പാടിന്റെ 21:23 വാക്യം: നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ഇനി ആവശ്യമില്ല. കുഞ്ഞാടിന്റെ തേജസ്സിൽ നിറയുന്ന, കുഞ്ഞാടിന്റെ വിളക്കിൽ നിറയുന്ന, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു, ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നിറയുന്ന, തേജസ്സിൽ നിറയുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ തേജസ്കരണത്തിന്റെ കംപ്ലീറ്റ് വ്യൂ നമ്മൾ കാണുന്നത് ആ മഹത്വത്തോടെ ദൈവരാജ്യം യെരൂശലേം ഇറങ്ങി വരികയും മനുഷ്യനോടുകൂടി ദൈവം ഒരുമിച്ച് വസിക്കുകയും ചെയ്യുന്ന ആ തേജസ്സാർന്ന ആ ഒരു നിമിഷത്തിലാണ് ഫുൾ ഗ്ലോറിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മനുഷ്യന്റെ ഗ്ലോറിഫിക്കേഷനെ പറ്റിയാണ് നമ്മളിവിടെ ഇന്ന് കണ്ടത്. അത് കർത്താവിന്റെ 2-ാം വരവിലാണെന്ന് കണ്ടു. ആ തേജസ്കരണത്തിലൂടെ നമ്മൾ പാപപ്രകൃതത്തിൽ നിന്ന് പൂർണ്ണമായും ഡെലിവറൻസ് ലഭിക്കുകയും നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിന് സദൃശന്മാരായി തീരുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പുത്രത്വത്തിന്റെ അവകാശികളായി പൂർണ്ണമായും പ്രാവർത്തികമായി നമ്മൾ എത്തിച്ചേരുകയാണ്. പിന്നെ നമ്മൾ ഇനി ഒരിക്കലും പാപം ചെയ്യാൻ കഴിവില്ലാത്തവരായി, നമ്മൾ ഇനി പാപത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ പൂർണ്ണമായി മാറുകയാണ് ചെയ്യുന്നത്.
നമ്മൾ ഇനി ഒരിക്കൽ ക്രിസ്തുവിൻ്റെ സദൃശ്യത്തിലേക്ക്, ക്രിസ്തു എങ്ങനെയാണോ അതേ രീതിയിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് രക്ഷയുടെ പൂർത്തീകരണം, രക്ഷയുടെ മനോഹരമായ അതിൻ്റെ അവസാനം. അത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ തേജസ്കരണത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിശ്വാസിയുടെയും പ്രത്യാശ എന്താണ്? ഇതാണ്. ആത്മാവ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മളെ ആത്മാവെന്ന ആദിദാനം ലഭിച്ചവരായി നാം ഈ പുത്രത്വത്തിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രത്യാശ ഇന്ന് വിശ്വാസികൾക്കെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, പണ്ടത്തെ പല പാട്ടുകളിലും നമുക്ക് ഈ പ്രത്യാശ കാണാൻ കഴിയും. പക്ഷേ ഇന്നത്തെ ഒരു ക്രിസ്ത്യൻ സോങ്സിൽ പോലും നമുക്ക് ഈ പ്രത്യാശ കാണാൻ കഴിയത്തില്ല. അത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ പ്രത്യാശ മാറിയിരിക്കുന്നു. ഇന്ന് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു സംശയം അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഇടമായി ഇതിനെയൊക്കെ നമുക്ക് കാണാം. കാര്യം ആത്മാവുള്ളവർക്ക് ഈ പ്രത്യാശ ഉണ്ടായിരിക്കേണ്ടതാണ്. ആത്മാവുള്ളവർ ഈ പ്രത്യാശയ്ക്കായി, ഈ ഞെരുക്കമുള്ളവരായി ഇരിക്കേണ്ടതാണ്. അതാണ് അതിന്റെ തെളിവ്. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ഈ പുത്രത്വത്തിന് വേണ്ടി, ഈ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഉള്ള ഞെരക്കമാണ്. ആ ഞെരക്കമാണ് നമ്മളുടെ ഓരോ പ്രാർത്ഥനയിലും, നമ്മുടെ ഉള്ളിലെ, നമ്മുടെ ലൈഫിലും എല്ലാം വരുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടത്തിന്റെ എല്ലാം പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രത്വം എന്നതാണ്. കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരും, ക്രിസ്തുവിനെ പോലെ ഞാൻ ആയിത്തീരും, ദൈവത്തിന്റെ തേജസ്സിൽ ഞാൻ അവന്റെ പൊന്മുഖം കാണും, എൻ്റെ ഇരുൾ നിറം മാറും, ഞാൻ പാപിയായിരുന്ന എൻ്റെ മാറും, തേജസ്സുള്ള വേഷം അവൻ എന്നെ അണിയിപ്പിക്കും, അവന്റെ സദൃശ്യത്തോട് ഞാൻ അനുരൂപപ്പെടും എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് അവൻ വിശ്വാസിയാണ്, അവൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തേജസ്കരണത്തെ പറ്റി ഇനിയും അടുത്ത സെക്ഷനിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ തുടർന്നും ഈ തേജസ്കരണത്തെ പറ്റി കൂടുതൽ സംസാരിക്കുവാൻ ഇടയാകട്ടെ. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇനിയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.